വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇന്ന് എൻ്റെ പുതിന കൃഷിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ടെറസിലാണ് ഇങ്ങനെ തൂക്കിയിട്ടാണ് ഞാൻ വളർത്തുന്നത്. ഇതിന് ഒരുമാതിരി വെയിലൊക്കെ വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളർത്തുന്നത്. നമുക്ക് ഫ്രഷായിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് ഉപയോഗിക്കാം. നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അതിൽ നമ്മൾ വെള്ളം മിക്സിയിലടിക്കുമ്പം അതിനകത്ത് 5-6 ഇലയിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. വീട്ടിൽ നമ്മളത് വല്ല പുറത്ത് പോയി വലിയ വലിയ ഹോട്ടൽസിൽ കുടിക്കുകയാണെങ്കിൽ ഈ നാരങ്ങ വെള്ളത്തിന് 50 രൂപ വരെ ഉണ്ട് ഈ പുതിന ഇലയിട്ട് ഉണ്ടാക്കുന്നതിന്. അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. സ്വാദിഷ്ടമായ പഞ്ചസാരയും ഇച്ചിരി ഇട്ടിട്ട് നാരങ്ങ ജ്യൂസ് എടുത്ത് അതിൻ്റെ അകത്ത് പുതിന ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാം പുതിന. അത് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ടിട്ട് അതിനകത്ത് നമ്മൾ ഉഴുന്ന് ചേർത്ത് ഉഴുന്ന് ശകലം ഇട്ട് ശകലം ഒന്ന് ബ്രൗൺ കളറാണ്ട് അതിന് മുമ്പേ നമ്മൾ കൊച്ചുള്ളി ഒരു 10 എണ്ണം, 2 വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ, ഒത്തിരി വഴണ്ട, കുറച്ച് വഴന്ന് കഴിയുമ്പം അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് തേങ്ങയിട്ട് ശകലം മിക്സ് ചെയ്തിട്ട് അതിനെ എടുത്ത് നമ്മൾ മിക്സിയിൽ ഒഴിച്ച് ശകലം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ 2-3 പ്രാവശ്യം നിർത്തി അരച്ചെടുത്ത് ചമ്മന്തിയാവും. ആ ചമ്മന്തി പച്ചമുളക് ഇടുക അതിനകത്ത്. അത് താളിക്കുമ്പോൾ ഇടണം ആദ്യം തന്നെ. എന്നിട്ട് അത് അതിൽ വേണ്ട ഉപ്പും ഇട്ട് ദോശയും ചമ്മന്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഭയങ്കര സ്വാദാണ്. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വഴറ്റുന്നതിന് പകരം ഇത് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞേച്ച് നമുക്ക് അതിൻ്റെ അകത്ത് തൈരും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഉഴുന്നുവടയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അതിന് ചമ്മന്തിയായിട്ട് കഴിക്കുകയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവർ നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. 25,000 മേളിൽ വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഒന്നും കിട്ടുന്നില്ല. പ്ലീസ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഞാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.